ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2023-24 സീസണിൽ സെമിയിലെത്താതെ പുറത്തായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പ്ലേ ഓഫ് എലിമിനേറ്ററിൽ ഒഡീഷ എഫ്സിയോട് 1-2 ഗോളുകൾക്ക് പരാജയപ്പെട്ടതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL കിരീട സ്വപ്നങ്ങൾ അവസാനിച്ചത്. ഈ വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ ഇതോടെ പൊലിഞ്ഞു. ആദ്യ പ്ലേ ഓഫ് എലിമിനേറ്റർ മത്സരത്തിൽ കരുത്തരായ ഒഡീഷ എഫ്സിയോടാണ് മഞ്ഞപ്പട മുട്ടുകുത്തിയത്. 1 ഗോൾ ലീഡ് നേടിയിട്ടും ബ്ലാസ്റ്റേഴ്സ് മത്സരം കൈവിടുകയായിരുന്നു. ലീഡ് നഷ്ടപ്പെടുത്തിയ ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ വഴങ്ങിയാണ് സെമി കാണാതെ പുറത്തായത്. 87-ാം മിനിറ്റിൽ ഗോൾ മടക്കി ഒഡീഷ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടി. 98-ാം മിനിറ്റിൽ അവർ മുന്നിലെത്തുകയും ചെയ്തു. തുടർന്ന് ഗോൾ വഴങ്ങാതെ 120 മിനിറ്റ് വരെ പിടിച്ചു നിൽക്കാനും സാധിച്ചതോടെയാണ് ഒഡീഷ ആഹ്ലാദ നൃത്തം ചവിട്ടിയത്. ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനായിരുന്നില്ല. മത്സരത്തിലുടനീളം നല്ല ഒത്തിണക്കം കാണിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് നിരവധി ഗോളവസരങ്ങളാണ് തുറന്നു കിട്ടിയത്. പലപ്പോഴും നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വല ചലിപ്പിക്കാൻ കഴിയാതെ പോയത്. കളിയുടെ 67-ാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടുന്നത്. മിഡ്ഫീൽഡിൽ നിന്ന് ലഭിച്ച പന്തുമായി നീങ്ങിയ ഐമൻ ഓവർലാപ്പ് ചെയ്തെത്തിയ സെർണിച്ചിന് കൃത്യമായി പന്ത് പാസ് ചെയ്തു. ബോക്സിനടുത്തേക്ക് ഓടിയെത്തിയ സെർണിച്ച് തൊടുത്ത ബോൾ ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ വലയിലേക്ക് കയറുകയായിരുന്നു. 20 മിനിറ്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നിലനിർത്താനായത്. ഗോൾ വീണതോടെ ഏതാനും പേരെ പിൻവലിച്ച് ഒഡീഷ പുതിയ താരങ്ങളെ കളത്തിലിറക്കി. 87-ാം മിനിറ്റിൽ ഒഡീഷ കേരളത്തിനൊപ്പം എത്തി. ഡീഗോ മൗറീഷ്യ ആണ് സ്കോർ ചെയ്തത്. നിശ്ചിത സമയം അവസാനിച്ചതോടെ ഇരു ടീമുകളും തുല്യത പാലിച്ചതിനാൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. 98-ാം മിനിറ്റിൽ ഇസാക്ക് ഒഡീഷയ്ക്ക് ലീഡ് സമ്മാനിച്ചു. റോയ് കൃഷ്ണ അളന്നു മുറിച്ചു നൽകിയ ക്രോസിൽ കാൽ വെച്ചു കൊടുക്കേണ്ട ജോലി മാത്രമേ ഇസാക്കിനുണ്ടായിരുന്നുള്ളൂ. ഗോൾ മടക്കാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ 2-1 എന്ന സ്കോറിൽ ISLൽ നിന്ന് കേരളത്തിന് മടക്ക ടിക്കറ്റ് ലഭിക്കുകയായിരുന്നു. ആദ്യം ലീഡെടുത്ത കളിയിലാണ് ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയതെന്നാണ് ശ്രദ്ധേയം. മത്സരശേഷം സംസാരിക്കവേ പരാജയപ്പെട്ടതിലുള്ള നിരാശ പങ്കുവച്ച കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വെക്കമനോവിച്ച് തന്റെ പരിശീലക കരിയറിലെ ഏറ്റവും കഠിനമായ സീസണാണിതെന്നും വെളിപ്പെടുത്തി. ഒഡീഷയ്ക്കെതിരെ തോറ്റെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ചെന്നാണ് ഇവാന്റെ പക്ഷം. ഈ കളിയിൽ ടീം നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും ലഭിച്ച അവസരങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധയോടും കൃത്യതയോടും കൂടി കളിച്ചിരുന്നെങ്കിൽ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നുവെന്നും ഇവാൻ ചൂണ്ടിക്കാട്ടി. ഇതുപോലെ മത്സരങ്ങളിൽ 25-30 അവസരങ്ങൾ ലഭിക്കില്ല. അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അത് ഗോളുകളാക്കി മാറ്റണമെന്നും ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ കളിക്കാർ അതിനായി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറത്തേക്കാണ് പോയേണ്ട വഴി, ഇവാൻ പറഞ്ഞു നിർത്തി. ഈ സീസണിൽ ഉടനീളം എത്ര തവണ ടീമിനെ പൊളിച്ചു പണിതു എന്ന് തനിക്കറിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഇവാൻ വെക്കമനോവിച്ച് ഈ സീസണിൽ പല താരങ്ങളുടെയും പ്രകടനത്തിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും പല കളിക്കാരുടെയും വളർച്ചയിൽ അഭിമാനമുണ്ടെന്നും പറഞ്ഞു. അതേസമയം പരിക്കിന്റെ പിടിയിലായ ഗ്രീക്ക് താരം ദിമിത്രിയോസ് ഡാമന്റക്കോസ് ഇല്ലാതെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC പ്ലേ ഓഫ് എലിമിനേറ്റർ മത്സരത്തിനിറങ്ങിയത്. ദിമിയെ ഈ കളിയിൽ ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്തെന്നും തോൽവിക്ക് ശേഷം ഇവാൻ വെക്കമനോവിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. ദിമിക്ക് പുറമെ മധ്യനിരയിലെ സൂപ്പർ താരം ജിക്സൺ സിംഗും ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇല്ലായിരുന്നു. അഡ്രിയാൻ ലൂണ പകരക്കാരുടെ നിരയിൽ ഇടം പിടിച്ചതാണ് ആരാധകർക്ക് ആശ്വാസം നൽകിയത്. ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചപ്പോൾ രണ്ടാം പകുതിയിൽ തുടക്കം മുതൽ ആക്രമിച്ച മഞ്ഞപ്പട 67-ാം മിനിറ്റിൽ മുന്നിലെത്തി. ഫെഡോർ സെർണിച്ചായിരുന്നു ഗോൾ സ്കോറർ. എന്നാൽ 87-ാം മിനിറ്റിൽ ഡിയാഗോ മൗറീഷ്യയിലൂടെ ഒഡീഷ സമനില പിടിച്ചു. നിശ്ചിത സമയത്ത് കളി 1-1 എന്ന നിലയിൽ തുടർന്നതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അധിക സമയത്ത് വർദ്ധിത വീര്യത്തോടെ കളിച്ച ഒഡീഷ 98-ാം മിനിറ്റിൽ ഇസാക്ക് നേടിയ ഗോളിൽ ലീഡെടുക്കുകയും ഈ ലീഡ് നിലനിർത്തുകയും കളിയിൽ വിജയം ഉറപ്പിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ടം മുന്നിൽ നിന്ന് നയിച്ച ഗ്രീക്ക് സെന്റർ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡാമന്റക്കോസിന്റെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും സജീവ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 31-കാരനായ ദിമിത്രിയോസ് ഡാമന്റക്കോസിന് 2023 മെയ് 31 വരെ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ കാലാവധിയുള്ളത്. 2022 ഓഗസ്റ്റ് 25-നാണ് കൊച്ചി ക്ലബിലേക്ക് 31-കാരനായ ഗ്രീക്ക് താരം എത്തിയത്. 2023-24 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി 20 മത്സരങ്ങളിൽ ദിമിത്രിയോസ് ഡാമന്റക്കോസ് ബൂട്ടണിഞ്ഞിരുന്നു. 16 ഗോളും 4 അസിസ്റ്റും നടത്തി. ഇതിൽ ISLൽ 17 മത്സരങ്ങളിൽ 13 ഗോളും 3 അസിസ്റ്റുമുണ്ട്. 3 ഗോളും 1 അസിസ്റ്റും സൂപ്പർ കപ്പ് ടൂർണമെന്റിലാണ് ഗ്രീക്ക് താരം നേടിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായി കരാർ നീട്ടാനുള്ള ചർച്ചകൾ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എന്നാണ് വിവരം. 2023-24 സീസണിൽ സ്വപ്ന ഫോമിൽ കളിച്ചു തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് പരിക്കുകളാണ് ശരിക്കും തിരിച്ചടിയായത്. ഡിസംബർ അവസാനം ISL അന്താരാഷ്ട്ര ഇടവേളയ്ക്ക് പിരിയുമ്പോൾ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തായിരുന്നു മഞ്ഞപ്പട.
എന്നാൽ അഡ്രിയാൻ ലൂണ, ക്വമെ പെപ്രെ എന്നിവർ പരിക്കേറ്റ് പുറത്തായത് ടീമിനെ തളർത്തി. കലിംഗ സൂപ്പർ കപ്പിൽ സെമി ഫൈനൽ കാണാതെ പുറത്തായ മഞ്ഞപ്പട ISL 2023-24 സീസണിന്റെ രണ്ടാം ഘട്ടത്തിലും ദയനീയ ഫോമിലേക്ക് വീഴുകയായിരുന്നു. ഇതോടെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷും പരിക്കേറ്റ് സീസണിൽ നിന്ന് പുറത്തായത് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കി. ഈ പരിക്കുകൾ ടീമിനെ ദുർബലമാക്കുകയും മഞ്ഞപ്പട 1-ാം സ്ഥാനത്ത് നിന്ന് 5-ാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെയാണ് ഒരിക്കൽ ഫീൽഡ് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് എലിമിനേറ്റർ കളിക്കേണ്ട അവസ്ഥയിലേക്ക് ഇത്തവണ എത്തിയത്.